ഹായ് ഓൾ, ഐ എം സൂര്യ സജീവ്. ഞാൻ ഒരു ബിം എഞ്ചിനീയറാണ്. ഹായ്, ഞാൻ മുഹമ്മദ് ഷക്കീൽ, ബിം ആർക്കിടെക്റ്റാണ്. ഹലോ, ഞാൻ ഐസൺ. ഞാൻ ബിം ഫീൽഡിൽ ബിഗിനറാണ്. ആസ് എ ബിഗിനർ എനിക്ക് ബിം ഫീൽഡിൽ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ബിം എന്ന് പറയുന്നത്? ഒരു സോഫ്റ്റ്വെയർ ആണ്. യൂഷ്വലി എല്ലാവരുടെയും ഒരു മിസ്കൺസെപ്ഷൻ ആണ് ബിം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണെന്ന്. പക്ഷേ നമ്മുടെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് അഥവാ ബിം. അപ്പോൾ ഈ ക്യാഡും റെവിറ്റൊക്കെ ഇതിൽ വരുന്നതാണോ? ക്യാഡും റെവിറ്റൊക്കെ ഇതിൻ്റെ ഒരു ടൂള് തന്നെയാണ്. അപ്പോൾ അത് മാത്രമല്ല ബിം എന്ന് പറയുന്നത്. ബിമ്മിൽ വേറെ സോഫ്റ്റ്വെയർസ് വരാം. ഇപ്പോൾ പറഞ്ഞല്ലോ, ബിം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഒരു പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള എല്ലാ ഡാറ്റാസും, അതിപ്പോൾ പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് ഡാറ്റാസ്, ഇതൊക്കെ ഫീഡ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ പാക്കാണ് ബിം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഡ് എന്ന് പറയുന്നത് ഒരു 2D സോഫ്റ്റ്വെയർ പോലെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് നോക്കുമ്പോൾ 2D കഴിഞ്ഞ അടുത്തത് 3D ആണ്. അതിൻ്റെ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വോൾ ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ ഒന്നത് 3Dയിലാണ്, ഡയറക്റ്റ് 3Dയിലാണ് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ മോഡൽ ചെയ്യുക. പ്ലസ് അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരു വോളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ആ വോളിൻ്റെ വിഡ്ത്ത് എത്രയാണ്, പ്ലസ് ആ വോൾ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുക. ഇപ്പോൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാമല്ലോ. ബ്രിക്ക് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാം, റിബിൾ മേസൺറി വെച്ച് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി ആ വോളിൻ്റെ പുറത്ത് പ്ലാസ്റ്ററിങ് ഉണ്ടോ, അതിൻ്റെ ഫിനിഷസ് എന്താണ്, ആ വോളിൻ്റെ അക്യൂസ്റ്റിക്സ് എങ്ങനെയാണ്, ട്രാൻസ്മിറ്റൻസ് എങ്ങനെയാണ്, ഇങ്ങനെ കുറേ ഡാറ്റാസ് നമുക്ക് അതിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ വോൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണെന്ന് വരെ നമുക്കതിൽ ഫീഡ് ചെയ്യാൻ കഴിയും. പിന്നെ അത് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ടൈം എങ്ങനെയാണ് എന്നുള്ളത് ഫീഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാ ഡാറ്റാസും ഫീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് റെവിറ്റ്. അപ്പോൾ നമ്മൾ ഈ കൺവെൻഷണൽ മെത്തേഡ് അവോയ്ഡ് ചെയ്തിട്ട് ഈ ബിം യൂസ് ചെയ്യുന്നതിന് ഉപകാരമുണ്ടോ? ഞാനതൊരു സിമ്പിൾ എക്സാമ്പിളിൽ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ബിൽഡിങ് പണിയാൻ പോകുമ്പോൾ അതിൽ ഒരുപാട് ടൈപ്പ് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ലേ. ഇപ്പം മേസന്മാരുണ്ടാവും, വാളും ഇതൊക്കെ വെക്കുന്ന ആൾക്കാർ. അത് കഴിഞ്ഞ് ഇലക്ട്രീഷ്യൻസ് ഉണ്ടാവും, പ്ലംബിങ് ആൾക്കാരുണ്ടാവും, ഇൻറ്റീരിയറിൻ്റെ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ ഡിഫറെൻറ്റ് ടൈമിലാണ് ആ സൈറ്റിൽ എത്തുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ബിൽഡിംഗ് ചുമരൊക്കെ കെട്ടി കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഇലക്ട്രീഷ്യൻ വരുന്നുണ്ടാവുക. അപ്പോൾ ഇലക്ട്രീഷ്യൻ വന്നിട്ട് പിന്നെ അവർക്ക് കോൺട്യൂട്ട് ഇടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കട്ടിങ്സ് ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ അത് സ്ട്രക്ചറലിൻ്റെ ഇതിലൊക്കെ കട്ട് വരും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇവിടെ വരുന്നുണ്ടെന്ന് ഇലക്ട്രീഷ്യന് നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്കത് റീറൂട്ട് ചെയ്യായിരുന്നു, ഡിസൈനിൽ ചെറിയ ചേഞ്ചസ് വരുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചേഞ്ചുകൾ ഒഴിവാക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കട്ടിങ് ഒഴിവാക്കുമ്പോൾ തന്നെ കുറേ പ്ലാനിങ് കുറച്ചും കൂടി നല്ലതാക്കുമ്പോൾ തന്നെ കോസ്റ്റിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കുറേ അധികം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവിടെ ഉണ്ടാവും. അതായത് ആർക്കിടെക്ചർ, സ്ട്രക്ചറൽ, MEP, ഫസാഡ്. അപ്പം ഇവരെല്ലാവരും ഒരു മോഡലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതായത് എന്തെങ്കിലും ക്ലാഷ് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. അപ്പം എന്ന് വെച്ചാൽ ക്ലാഷ് ഒക്കെ നേരത്തെ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് റീവർക്കും മിസ്കമ്മ്യൂണിക്കേഷനും എല്ലാം നമുക്ക് ഓൾറെഡി ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ മിസ്കമ്മ്യൂണിക്കേഷൻസും റീവർക്കൊക്കെ ഒഴിവാക്കുമ്പോൾ തന്നെ ഒരുപാട് ടൈം സേവ് ആവും. പിന്നെ കോസ്റ്റിൽ അത് സേവിങ്സ് ഉണ്ടാക്കും. ഇത് നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോമിൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. ഇങ്ങനെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിമ്മാണ്. അപ്പോൾ സൂര്യ, അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്? ഗൂഗിൾ ഡ്രൈവ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് കൺസ്ട്രക്ഷൻ ക്ലബ്. അതിലാണ് ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരു പോയിന്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പണ്ട് തൊട്ട് ചെയ്തിരുന്ന ഈ 2D ഡ്രോയിങ്സ്, ഓട്ടോകാഡ്, ഇതിനൊക്കെ ഈ ബിം റീപ്ലേസ് ചെയ്യും? അങ്ങനെയല്ല, 2D ഡ്രോയിങ്സും ഡോക്യുമെന്റേഷൻ വെച്ചിട്ട് ഞാൻ ഇപ്പോഴും സൈറ്റിൽ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഡ്രോയിങ്സ് ജനറേറ്റ് ചെയ്യുന്നത് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള 3D മോഡലിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഡ്രോയിങ് മോർ എഫിഷ്യന്റും ആയിരിക്കും, ടെക്നിക്കലി സൗണ്ട് ആയിരിക്കും, എറർ ഫ്രീയും ആയിരിക്കും. എന്നെ പോലെയുള്ള ഈ ബിഗിനേഴ്സ് ഉണ്ടാവുന്ന കോമൺ ഡൗട്ടുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തേക്കണേ. സോ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. താങ്ക് യു.